നമ്മുടെ നാടുകളിലൊക്കെ നിക്കാഹ് നടക്കാറുണ്ട്. നിക്കാഹിൻ്റെ വേദിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും മനോഹരമായ ഒരു സുദിനമാണ് നിക്കാഹിൻ്റെ ആ ദിവസം. നിക്കാഹ് ഭംഗിയായി ആ നാട്ടിലെ അല്ലെങ്കിൽ ഒരു വലിയൊരു പണ്ഡിതൻ, ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ നിക്കാഹ് ഭംഗിയായി നടന്ന് നിക്കാഹിന്റെ സിയൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹ വിളിക്കും. ഫാത്തിഹ വിളിച്ച ഉടനെ തന്നെ ഒരാൾ ആ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രജിസ്ട്രേഷൻ ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് കൊണ്ട് നേരെ പുതിയാപ്പളന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്ത ഉസ്താദിന്റെ അടുത്ത് വരും. അവർ ഫാത്തിഹ ഓതി കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഫാത്തിഹ ഓതാൻ പോലും ടൈം കൊടുക്കാതെ അവരെ കയ്യിൽ പേന കൊടുത്ത് ഒപ്പിടുക. അവിടെ ഒപ്പ്, ഇവിടെ ഒപ്പ്. ഫാത്തിഹ എല്ലാവരും ഓതുന്നുണ്ടാവും. ആ പുതിയാപ്പൾക്ക് ഫാത്തിഹ കിട്ടൂല. പുതിയാപ്പളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം, പുതിയാപ്പൾക്ക് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഫാത്തിഹ ഓതാൻ പോലും സമയം കൊടുക്കാതെ പുതിയാപ്പള ഒപ്പ് ഇടേണ്ടി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ പള്ളിയിലെ ഉസ്താദ് അല്ലെങ്കിൽ ആ ഖുതുബക്ക് നേതൃത്വം കൊടുത്ത ഉസ്താദ് ഒപ്പിടേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ വലിയ ഏറ്റവും സുന്ദരമായ ആ കർമ്മത്തിന്റെ എല്ലാ ഫളിലുകളും എല്ലാ മഹത്വങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയൊരു പരിപാടിയാണ് ഈ ഒപ്പിടൽ ചടങ്ങ്. അതൊന്ന് ഒഴിവാക്കിയാൽ വലിയ സന്തോഷമാണ്. ഈ മെസ്സേജ് ഒന്ന് മഹല്ലിന്റെ ഭാരവാഹികളിലേക്ക്, കാരണവന്മാരിലേക്കൊക്കെ എത്തിക്കുക. നമ്മൾ പലരും ചിന്തിക്കാറില്ല. അത് ഏറ്റവും നിർണായകമായ, ഏറ്റവും ഫളിലുള്ള ഒരു സമയത്ത് ആ ഒപ്പിടൽ ചടങ്ങ് കൊണ്ട് പലരുടെയും ശ്രദ്ധ പോയി പോവുകയാണ്. പുതിയാപ്പൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയണില്ല, ഉസ്താദിന് ഫാത്തിഹ ഓതാൻ കഴിയണില്ല, അവിടെ നിക്കാഹിന് സാക്ഷിയായി നിൽക്കേണ്ട ആളുകൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയുന്നില്ല. അവർ ഒപ്പിടുന്നതിന്റെ തിരക്കിലാണ്. ഒപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ആരും ഫാത്തിഹ ഓതി ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ഓടൂല ആരും. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ആ സമയത്തൊന്ന് ഒപ്പിടാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.